ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സിസ്റ്റേഴ്സൊക്കെ വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഔട്ടിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയ മോനൊന്നും ഉണ്ടായിട്ട് എങ്ങോട്ടും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും കുറേ ആയി വീടിൻ്റെ ഉള്ളിലിരിക്കണം, ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി കയറിയിരുന്നാണ്. വണ്ടി ഞങ്ങളത് സ്വന്തം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കയറിയിരുന്നിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിവർലാൻഡ് പറഞ്ഞ മമ്പാടുള്ള പാർക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ട് മക്കൾക്കൊന്ന് എൻജോയ് ചെയ്യണം, നമുക്കൊന്ന് വെറുതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കലോ, ഒന്ന് പുറത്ത് പോകണം, ആ ഒരു ലക്ഷ്യത്തോടെയാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഓരെന്ത് ചെയ്തു, ഓരോരുത്തർ ഡ്രസ്സ് നേരെ പോയിട്ട് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. വെള്ളം കണ്ടാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ആദ്യം തന്നെ നമുക്കറിയാം. അപ്പോൾ പിന്നെ മറ്റുള്ള റൈഡിലൊന്നും കയറാതെ നേരെ പോയി പൂളിൽ പോയി ചാടിയിട്ടവർ. അപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം വന്നു കേട്ടോ, കാരണം ഡ്രസ്സ് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി നനച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഒക്കെ ഊരിട്ടത് കേട്ടോ അവർ. കാരണം ഞങ്ങൾ ആദ്യം തേക്ക് മ്യൂസിയത്തിൽ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ഡ്രസ്സൊന്നും നമ്മൾ കയ്യിൽ കരുതിയിട്ടില്ലെന്ന് കേട്ടോ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ചെറിയ കുട്ടീനെയും കൊണ്ടാകുന്ന എനിക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്ക് അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് മക്കൾക്ക് ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അവർ നല്ല തിക്കും തിരക്കൊന്നും ഇല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് എല്ലാത്തിനും കയറി കളിച്ചു കേട്ടോ. ഐജുവിനും ഐമിക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇവരായിട്ട് അധികം ഒന്നും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ. ഇവർ രണ്ടാളും ഉണ്ടായതിന് ശേഷം രണ്ടാൾക്കും 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരാദ്യമായിട്ട് കാണുന്നുണ്ടേ ഭയങ്കര കളിയായിരുന്നു രണ്ടാളും. അപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാലിൻ്റെ കണ്ണുപെട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ട് ആ ഊഞ്ഞാൽ വന്നിരുന്നു. ഒന്ന് ആട്ടിത്തരുമോ ചോദിച്ചു അനിയത്തിനോട്. അവളൊന്ന് ആട്ടിത്തന്നു. അത് കഴിഞ്ഞിട്ട് അവരെണ്ടാളും ആടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ആടിയപ്പോഴാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ പുഴയാണ് കേട്ടോ. പുഴ നമുക്ക് ശരിക്കും കാണാം, നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ. അപ്പം ഞങ്ങൾ 3 ഇങ്ങനെ ആടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പുഴയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ കുറച്ച് നേരം വീഡിയോ എടുത്തു. അപ്പോൾ മോനെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഇതാ കാണുന്നതൊക്കെ പുഴയാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കാണ്ട്. അപ്പോഴേക്കും മഴയൊക്കെ ചാറി. കുറച്ച് നേരം അവിടെ കയറി നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മഴ തോർന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലൊക്കെ കയറി. ഞങ്ങൾ മന്തിയും അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മക്കൾക്ക് ഇതിലൊക്കെ ഒരു മണ്ടലാണ്. നമ്മൾ അധികം സമയമാകാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് നല്ല ചൂട് ചായ സ്നാക്സും കുടിക്കാനാട്ടോ. അപ്പോൾ ഇത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരേ നിർബന്ധം മന്തി കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഏതായാലും പുറത്തേക്ക് പോകുന്നതല്ല, സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. പുറത്തിറങ്ങുന്നത് മന്തി കഴിക്കാനാണ് എന്നാണ് കേട്ടോ ഇവർക്ക് ഉദ്ദേശം. ഇവർക്ക് പുറത്തിറങ്ങിയാൽ മന്തി വേണം, അങ്ങനെ നിർബന്ധമല്ല. ആരെങ്കിലും ഉണ്ടോ? ഫുഡൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ എടുക്കാൻ ആരുമില്ല കേട്ടോ. ഞാനും മക്കളെ നോക്കിയിരുന്നു, കുഞ്ഞുമക്കളെ നോക്കി. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ എനിക്ക് കാണിച്ചിരുന്നത്. ഞാൻ മോനെ അവിടെ കിടത്തിയോണ്ട് മോനെ നോക്കി നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി വീണ്ടും തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇത്രയും ആൾക്കാർ ഈ ഓട്ടോയിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഓട്ടോയിൽ മാത്രമല്ല കേട്ടോ, 2 ബൈക്കിൽ മക്കൾ ബൈക്കിൽ കയറിയിട്ടുണ്ട്. ഒരങ്ങനെയാണ് പോയത്. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഓട്ടോയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിൽ എത്തണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ബൈ.